ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡൺ ഷെക്കോവ് എഴുതിയിട്ടുള്ള വളരെ ചെറിയ ഒരു ഷോർട്ട് സ്റ്റോറി, ദ ബെറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡൺ ഷെക്കോവിനെ കുറിച്ച് പറയുമ്പോൾ റഷ്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആൻഡൺ ഷെക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ആൻഡൺ ഷെക്കോ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ ബെറ്റ് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഓഥറെ കുറിച്ച്, ആൻഡൺ ഷെക്കോവിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആൻഡൺ ഷെക്കോവിൻ്റെ ഫുള്ള് പേര് ആൻഡൺ പൗലോവിച്ച് ഷെക്കോവ് എന്നാണ് അല്ലേ. 1860 റഷ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1904 വരെ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ് ജീവിക്കുന്നത്. 44 വയസ്സ് മാത്രം പുള്ളിക്കുണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ജർമ്മനിയിലാണ് എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. ഇത് റൈറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ പ്ലേ റൈറ്റ് ആയിരുന്നു, ഫിസീഷ്യൻ ആയിരുന്നു അല്ലെ, ഡോക്ടർ ആയിരുന്നു. ആൻഡൺ ഷെക്കോവ് ഒരു ഡോക്ടർ കൂടി ആയിരുന്നു കേട്ടോ. നമ്മൾ ഓർമ്മയിൽ വെക്കണം, ഫിസീഷ്യൻ ആയിരുന്നു അദ്ദേഹം. നാഷണാലിറ്റി ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് വർക്കുകളൊക്കെ വരുന്നത് റഷ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കൃതികളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ലിറ്റററി പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റ് 19th സെഞ്ചുറി റിയലിസം ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1860 മുതലല്ലേ. അപ്പോൾ ലേറ്റ് 19th സെഞ്ചുറി റിയലിസം കാലഘട്ടത്തിലാണ് അദ്ദേഹം കടന്നു വരുന്നത് മനസ്സിലാക്കാം. പിന്നെ ഇദ്ദേഹം ആദ്യം മെഡിസിൻ പഠിക്കുന്നുണ്ട് മോസ്കോയിൽ പോയിട്ട്, മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ. മാത്രമല്ല ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചു കാലം ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റഷ്യയുടെ ഗ്രേറ്റസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നറിയപ്പെടുന്നത് ആൻഡൺ ഷെക്കോവ് ആണ്. മാത്രമല്ല ഇപ്പോൾ റഷ്യയിലെ ഓർഡിനറി ലൈഫിനെ കുറിച്ചും അതിലടങ്ങിയിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള സത്യങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫാദർ ഓഫ് മോഡേൺ ഷോർട്ട് സ്റ്റോറി എന്നൊക്കെ വിളിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആൻഡൺ ഷെക്കോവ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് ദ ലേഡി വിത്ത് ദ ഡോഗ് വരുന്നുണ്ട്, പിന്നെ വാർഡ് നമ്പർ 6 വരുന്നുണ്ട്, ഗൂസ്ബെറീസ് വരുന്നുണ്ട്, ദ ഡാർലിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ദ ബെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്ലേസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ദ സീഗൾ, അതുപോലെ തന്നെ അങ്കിൾ വാനിയ, വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് അങ്കിൾ വാനിയ, 3 സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ചെറി ഓക്കാഡ് അല്ലേ. ചെറി ഓക്കാഡ് വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് എന്നറിയപ്പെടുന്ന ചെറി ഓക്കാഡൊക്കെ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിയിലാണ്. അപ്പോൾ ഈ പാർട്ടി ആരാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു ബാങ്കറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബാങ്കറെ വീട്ടിൽ നടക്കുന്ന ഒരു പാർട്ടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാങ്കർ വീട്ടിലാകുമ്പോൾ ഒരുപാട് പിന്നെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വലിയ വലിയ സ്റ്റാറ്റസിലുള്ള സമൂഹത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള പല ഗസ്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഡിബേറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ഹീറ്റഡ് ഡിബേറ്റ്. അവരുടെ വലിയ കാശുകാരായിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് പൊളിറ്റിക്സും മറ്റൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഡിബേറ്റ് നടക്കുകയാണ്. എന്താണ് ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ പണിഷ്മെൻറ്റും അതുപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെൻറ്റും. ഇതിൽ രണ്ടിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണോ അതല്ല പിന്നെ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണോ ഏറ്റവും നല്ലത്, ഏറ്റവും യോജിച്ചത്? ശിക്ഷ കൊടുക്കുമ്പോൾ, ഒരാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ഏതാണ് നല്ലത് എന്നുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. ആളെ പിന്നെ കുറ്റമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവനെ പിന്നെ കൊന്നു കളയണം, അതാണ് ഏറ്റവും പിന്നെ നല്ലൊരു മാർഗ്ഗം. കാരണം പിന്നെ അവരിങ്ങനെ സഫർ ചെയ്യണ്ടല്ലോ ഒരുപാട് കാലം ജയിലിൽ കിടന്നിട്ട്. അപ്പോൾ കൊന്നു കളയുക, അതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ കുറേ പേര് പറയുന്നുണ്ട് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ് അയാൾക്ക് പിന്നെ നല്ലൊരു പിന്നെ ശിക്ഷയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. കാരണം കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ് ഒരാൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആക്ച്വലി എന്ത് ചെയ്യാണ്, പിന്നെ ബാങ്കറും അതുപോലെ തന്നെ ഒരു ലോയറും, അവിടെ ഒരു ലോയർ കടന്നു വരുന്നത്, ഒരു യങ് ലോയർ വരുന്നത്. ഈ ലോയറും ബാങ്കറും രണ്ട് സൈഡിലേക്ക് മാറാണ്. അപ്പോൾ പിന്നെ ലോയർ തൻ്റെ ആർഗ്യുമെന്റ് പറയുന്നുണ്ട്, ബാങ്കർ തൻ്റെ ആർഗ്യുമെന്റ് പറയുന്നുണ്ട്. ലോയർ പറയുന്നത് എന്താ, പിന്നെ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ഏറ്റവും നല്ലത്. കാരണം കൊന്നു കളയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അയാളുടെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കാലം പിന്നെ ജയിലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതാണ് നല്ലതെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ബാങ്കർ പറയുന്നുണ്ട് ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ല, അത്ര കാലം ഒരിക്കലും ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. പിന്നെ ജയിലിൽ ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം 10 വർഷം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം അവരെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ജഡ്ജ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബെറ്റ് വെക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറിന്റെ പേരിന്റെ ബെറ്റാണ് അല്ലെ. ബെറ്റ് വെക്കുകയാണ്. എന്താണ് ബെറ്റ്? ഈ ബെറ്റ് എന്ന് പറഞ്ഞാൽ ലോയറും ബാങ്കറും തമ്മിലാണല്ലോ ഈ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആർഗ്യുമെന്റ് നടക്കുന്നത്. അപ്പോൾ ബാങ്കർ പറയാണ് ലോയർ എന്ത് ചെയ്യണം, 15 വർഷം ഒരു സോളിറ്ററി കൺഫൈൻമെന്റിൽ, അതായത് ഒരൊറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ജയിലിൽ പോലെ സ്ഥലത്ത് കടന്നിട്ട് തെളിയിക്കണം. അദ്ദേഹം പറഞ്ഞത് ലൈഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 15 വർഷം ഒരു സോളിറ്ററി കൺഫൈൻമെന്റിൽ എന്ത് ചെയ്യണം, പുള്ളി കിടക്കണം എന്ന് പറയാണ്. അതേസമയം ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടേം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കർ 2 മില്യൺ റൂബിൾസ്, റഷ്യൻ റൂബിൾസ് എന്ത് ചെയ്യും, ഈ ബാങ്കർക്ക് കൊടുക്കും. കാരണം അദ്ദേഹം ഒരു വളരെ വെൽത്തിയാണ്. അപ്പോൾ 2 മില്യൺ റൂബിൾസ് അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്, ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്, ബാങ്കർക്ക് ലോയർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്ന ബെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ ലോയർ
ഒരു സോളിറ്ററി കൺഫൈൻമെന്റിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ബാങ്കർ പിന്നെ വലിയൊരു എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ബാങ്കർ എസ്റ്റേറ്റിലുള്ള ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളിൽ വേറെ ആരുമായിട്ട് കോൺടാക്ട് ഇല്ല അല്ലെ, ഒറ്റയ്ക്ക് താമസിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ആർഗ്യുമെന്റ് തെളിയിക്കണമല്ലോ. അപ്പോൾ 15 വർഷത്തോളം എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു സ്മോൾ ലോഡ്ജിൽ താമസിക്കുകയാണ് ബാങ്കർ എസ്റ്റേറ്റിൽ. അപ്പോൾ ആളുകളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, ഒരു ജനൽ മാത്രമാണുള്ളത്. അതിലൂടെ വൈന് വേണമെങ്കിൽ വൈൻ കൊടുക്കും, ഫുഡ് കൊടുക്കും, പിന്നെ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ ബുക്സ് കൊടുക്കും, പിന്നെ ഒരു വയലിൻ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഒരു വയലിനും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണുള്ളത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കഴിച്ചു കൂട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ഒരു 5 വർഷം എന്ന് പറഞ്ഞാൽ പുള്ളി എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ പതിയെ 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 എന്ത് ചെയ്യാണ്, ഇങ്ങനെ പിന്നെ മ്യൂസിക്കിലും വൈന് കുടിച്ചിട്ടും അങ്ങനെ ചെറിയ ചെറിയ നോവൽസ് ഒക്കെ വായിച്ചിട്ടൊക്കെ അങ്ങനെ കടന്നുകൂടാണ്. പിന്നെ പതിയെ പതിയെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് മാറി മറിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോളിറ്ററി കൺഫൈൻമെന്റിൽ കിടക്കുന്ന സമയത്ത് പുള്ളിയുടെ ഇൻട്രസ്റ്റ് പതിയെ മാറിയിട്ട് പിന്നെ എന്തിലേക്കൊക്കെ വരുന്നതാണ്. അങ്ങനെ പതിയെ ആ ഒരു ഇൻട്രസ്റ്റ് ഇതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു പിന്നെ വെറുതെ ഇങ്ങനെ സമയം കളയുന്നതിന് മാറിയിട്ട് അദ്ദേഹം പതിയെ പതിയെ തൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ എന്താ റീഡിങ്ങിലേക്ക് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നോവൽസും പ്ലേസും ഒക്കെ വായിക്കുന്നു. അങ്ങനെ പതിയെ 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 ആ ലോൺലിനെസ് ഇങ്ങനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പിന്നീട് ആദ്യത്തെ 5 വർഷം കഴിയുമ്പോൾ 6 to 10 വർഷം അദ്ദേഹം ലാംഗ്വേജിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താണ്. ഒരുപാട് ഭാഷകൾ അദ്ദേഹം പഠിക്കുന്നുണ്ട്. പിന്നെ ആ ഭാഷകളിൽ കത്തുകൾ എഴുതിയിട്ട് അദ്ദേഹം ബാങ്കറിന് കൊടുക്കുന്നുണ്ട്, പുറത്തുള്ള ആളുകളെ കൊണ്ട് വായിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഫിലോസഫി പഠിക്കുന്നുണ്ട്, തിയോളജി പഠിക്കുന്നുണ്ട്, അങ്ങനെ പിന്നെ ബൈബിൾ മൊത്തം ഇരുന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ റീഡിങ്ങിലേക്ക് അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 15 വർഷത്തിനിടയ്ക്ക് വളരെ വലിയൊരു റീഡർ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പിന്നെ മാറ്റം അദ്ദേഹത്തിൽ കടന്നു വരികയാണ്. അങ്ങനെ അവസാനം ബാങ്കർ എന്ത് ചെയ്യാണ്, 15 വർഷം കഴിഞ്ഞു, ഈ ഒരു ബെറ്റിന്റെ എൻഡിലായി. 15 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വെറും 40 വയസ്സാവുള്ളൂ. കാരണം 25-ാമത്തെ വയസ്സിലാണ് ബെറ്റ് വെക്കുന്നത് ഈ ലോയറുടെ. അങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ ബാങ്കർ ചിന്തിക്കുകയാണ്. ബാങ്കർ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ഭയങ്കര പൈസക്കാരനായിരുന്നു, പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഫിനാൻഷ്യലി റൂയിൻഡ് ആണ്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ പൈസ ഒന്നുമില്ല, 2 മില്യൺ റൂബിൾസ് കൊടുക്കാനുള്ള പൈസ ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, പതിയെ 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 ഈ ബാങ്ക്രപ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബാങ്കർ ചിന്തിക്കുകയാണ്, ഈ ലോയറെ കൊന്നു കളഞ്ഞാൽ എന്തേ സംഭവിക്കാം, ആരും അറിയില്ല അല്ലെ, അപ്പോൾ കൊന്നു കളഞ്ഞേക്കാം എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ അദ്ദേഹം എന്ത് ചെയ്യാണ്, രാത്രി ഇരുട്ടിൽ പതിയെ നമ്മുടെ ലോയർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ ഒരു ലോഡ്ജിലേക്ക് പോയി നോക്കുകയാണ്. ആ ലോഡ്ജിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ, വളരെ വലിയൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുകയാണ്. ഒരു വലിയ ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ബാങ്കർ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു കത്ത് എഴുതി വെച്ചായിട്ട് കാണാൻ പറ്റും. ഒരു ഹാൻഡ് റിട്ടൺ ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ലെറ്ററിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, അദ്ദേഹം ഈ ബെറ്റിനെ റിനൗൺസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് തനിക്ക് ഈ ബെറ്റ് വേണ്ട, 2 മില്യൺ റൂബിൾസ് അല്ലെ കിട്ടാൻ പോവുകയാണ്. ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണി വരെയാണ് ബെറ്റ് വെച്ചിട്ടുണ്ടാവുക. ആ ഒരു 15 വർഷം കഴിഞ്ഞ് 12-ാമത്തെ മണി ബെല്ലടിച്ച് കഴിഞ്ഞാൽ 2 മില്യൺ റൂബിൾസ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു റൂബിൾസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലെറ്റർ എഴുതി വെച്ചായിട്ട് അവിടെ ബാങ്കർ കണ്ടെത്തുകയാണ്. ബാങ്കർ കൊല്ലാൻ വേണ്ടിയിട്ട് ചെന്നതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക്. അപ്പോൾ അവിടെ ഒരു എഴുത്തുണ്ട്, ഐ ഡിസ്പൈസ് യുവർ മണി ആൻഡ് ഓൾ എർത്ത് റിച്ചസ് അല്ലെ, എനിക്ക് താങ്കളുടെ കാശ് 2 മില്യൺ റൂബിൾസ് ഒന്നും വേണ്ട, മാത്രമല്ല ഈ ലോകത്തിലുള്ള ഒരുപാട് റിച്ചസ് ഉണ്ട്, അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്താണ്, ഐ ഷാൾ ഗോ ഔട്ട് ഫ്രം ഹിയർ 5 hours ബിഫോർ ദ ടേമൻസ് അല്ലെ, ഒരു 5 മണിക്കൂർ മുമ്പെങ്കിലും ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യണം, പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് പോകണം എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ 12 മണി വരെ ഫുൾ ആയി കഴിഞ്ഞാൽ, അന്നത്തെ രാത്രി ഫുൾ ആയി കഴിഞ്ഞാൽ ബാങ്കർ എന്ത് ചെയ്യും, പൈസ കൊടുക്കേണ്ടി വരും 2 മില്യൺ രൂപ. അപ്പോൾ അതില്ലാതിരിക്കാൻ, ബാങ്കർക്ക് പൈസ കൊടുക്കേണ്ട എന്നുള്ളത് വരുത്തി തീർക്കാൻ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു 5 മണിക്കൂർ മുമ്പായിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ആൻഡൻ പിന്നെ ഷെക്കോവിൻ്റെ ദ ബെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഷോർട്ട് സമ്മറി. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട തീമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഏറ്റവും ഫസ്റ്റ് നമ്മൾ മെറ്റീരിയലിസം അതുപോലെ തന്നെ സ്പിരിച്വലിസം തമ്മിലുള്ള ഒരു സംഘടന തന്നെ ഇതിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആദ്യം പിന്നെ ഇത് തുടങ്ങുന്നത് എർത്തിലി അതുപോലെ തന്നെ വെൽത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ്. മാത്രമല്ല മോറൽ ഐഡിയലിസം, ഇപ്പോൾ പൈസ ഉള്ള ആളുകളുടെ സ്വഭാവം, അതുപോലെ തന്നെ ഒരു ലോയർ അല്ലേ, ലോയറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ മാത്രമല്ല ലോയർ എന്നുള്ളത് അദ്ദേഹം പതിയെ ഒരു നൈവായിട്ടുള്ള ഒരു യങ് പേഴ്സണിൽ നിന്ന് പതിയെ പതിയെ മെറ്റീരിയൽ ലൈഫിനെ തന്നെ പിന്നെ റിജക്റ്റ് ചെയ്യുന്ന വളരെ വലിയ സ്പിരിച്വാലിറ്റിയിലൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ബാങ്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കർ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ വരുന്നത്. ഗ്രീഡാണ് അല്ലേ, ക്യാഷിന് വേണ്ടിയിട്ടുള്ള ഗ്രീഡും പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കാരണമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ടൈമും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനും നമുക്കിവിടെ കാണാം. 15 വർഷം ഐസൊലേഷനിൽ താമസിക്കുന്ന ഒരാൾ ഇൻ്റലക്ച്വലി എങ്ങനെ മാറുന്നു, സ്പിരിച്വലി എങ്ങനെ മാറുന്നു എന്നൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല പിന്നെ എന്താണ് ശരിക്ക് ഈ പൈസ എന്നല്ല, എന്താണ് ശരിക്കും നമുക്ക് ഇവിടെ ട്രൂലി മാറ്റേഴ്സ് ഓവർ ടൈം, എന്താണ് നോളജ്, അതുപോലെ തന്നെ മണിയാണോ അതല്ല ഇന്നർ പീസ് ആണോ, എന്താണ് ശരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ ആൻഡൺ ഷെക്കോവിൻ്റെ ഉള്ളിലൂടെ വ്യക്തമായിട്ട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ ഈഗോ അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷൻസിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന സമയത്ത് പ്രൈഡ് ആൻഡ് ഈഗോ കടന്നു വരുന്നുണ്ട്. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ
ഒരു എൻഡ്യൂറൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബിലീഫ്, മൊറാലിറ്റി തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പല അർത്ഥത്തിലായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആന്റൺ ചെക്കോവിൻ്റെ ദ ബെറ്റ് എന്നുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറിയുടെ സമ്മറിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.